അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം പിന്നെ മക്കളൊക്കെ മദ്രസയ്ക്ക് പോയിട്ട് ഞങ്ങൾ തൈ നടാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ മദ്രസയിൽ പോയതിൻ്റെ ശേഷം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് നടന്നിട്ട് പോന്നു കേട്ടോ. പോണ വഴിയിൽ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് പോണ വഴിയിലുള്ളതാണ് കേട്ടോ. ടർഫാണേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്തതാണ്. ഉമ്മ പറഞ്ഞു നമുക്ക് നടന്നിട്ട് പോവാം. നടക്കാൻ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. കുറച്ച് കാലമൊക്കെ ഒന്ന് കുഴഞ്ഞ് പിന്നെ സെൻറ്റർ ഭാഗത്തു നിന്ന് പോന്നിട്ട് നമ്മുടെ ഇവിടേക്ക് വരുന്ന വഴിക്ക് കടന്നപ്പോഴാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയത്. നിറച്ച് വണ്ടികളൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഫ്രീ ആയിട്ടോ. അങ്ങനെ വീടിൻ്റെ അവിടേക്ക് എത്താറായിട്ടോ. വീടിൻ്റെ അവിടെ പിന്നെ വലിയ ഒച്ചയും ബഹളവും ഈ പറഞ്ഞ വണ്ടികളും അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് നെക്സ്റ്റ് ഉള്ള ഇങ്ങനെ ഓട്ടോ ചെറിയ വണ്ടികളൊക്കെ പോകുന്ന അങ്ങനത്തെ റോഡാണ്. അതുകൊണ്ട് വല്ലാതെ ഒച്ചും ബഹളമൊന്നുമില്ല. പിന്നെ ആ റോട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. ഇന്നലെ ചെടിയൊക്കെ അവിടെ വെച്ച് വന്നിട്ട് എന്തുണ്ടാകണമല്ലേ, വാടിയാണാവോ. മറ്റേത് ബക്കറ്റ് വെള്ളത്തിലിരിക്കുക കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ നടുക്കിൽ കൂടെ രണ്ട് ഭാഗത്തേക്കും സ്ഥലമാണ് കേട്ടോ. അവിടെ കണ്ടോ റോഡ്, മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഈ ചെറിയ റോഡ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വളപ്പ് ഇങ്ങനെ. ഇത് ഫസ്റ്റ് വളപ്പ്, അതിൻ്റെ സെക്കൻഡ് ഭാഗത്ത് ഒരു തറപ്പണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ വീടുണ്ട്. പിന്നെ കണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ ഒരു തറപ്പണി ചെയ്യാൻ വേണ്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇനി ആർക്കെങ്കിലും മേടിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഈ തറപ്പണി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് നമ്മുടെ വീട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റും അവിടെ ഇപ്പോൾ ഇതാ കല്ലൊക്കെ ഇറക്കിയിട്ട് കാണാനുണ്ട്. വേറെ ആരും മേടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4, ഇവിടെ 5, നമ്മുടെ വീടായ 6. അതിൻ്റെ അപ്പുറത്തും ഒരു തറപ്പണി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റിലൊരു വീട് കണ്ടോ, നേരെ ഇങ്ങനെ വഴിയിട്ടിട്ടേ അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ അവിടെ ഒരു ചെറിയൊരു വീട് കയറി കിടക്കുന്നുണ്ട്. അവിടെ ആളായിട്ടില്ല, ഒരു ചെറിയൊരു വീട് കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ചായിട്ടോ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ചെടികളൊക്കെ കൊടുന്നത് എവിടെ കുഴിച്ചിരുന്നുള്ളതൊക്കെ നോക്കണം. ചെടിയല്ല, മരം. വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കണില്ല. വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളും ഉള്ളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും കാണിച്ചിട്ട് മോഷിപ്പിക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വല്ലാണ്ട് പാടിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗം കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഫുള്ളായിട്ട് ആ വീഡിയോയിലുണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളൊക്കെ ഫുള്ള്. ഇവിടെ നിന്ന് നേരെ പോകണം കേട്ടോ റോഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് കുഴിച്ചിടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. എന്തായാലും ഒക്കെ പിടിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. കാരണം ഇവിടെയൊക്കെ ഈ ഇങ്ങനെ നല്ല പുല്ലും ഇതൊക്കെ ഉള്ള കാരണം ആടും പശുക്കളും പോത്തും ഒക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. കടിച്ച് തിന്നാൽ പോയി, പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. അങ്ങനെ ഉമ്മ തൈകളും ചെടികളൊക്കെ ഓരോ ഭാഗത്തായിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് മഴ പെയ്ത കാരണം നല്ല കിളിർത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഉമ്മ പാവൊക്കെ കൊത്തി കളച്ച് വെച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഉമ്മ അവിടുന്ന് ചെറിയൊരു കൊള്ളിയുടെ കഷ്ണം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല മണ്ണോട് ഇളകിയത് കാണാണ്ട് പറഞ്ഞിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് കുത്തിയുണ്ട്. പിന്നെ ആ കളർ ചെടികളൊക്കെ ഇല്ലേ, അതൊക്കെ വേര് പിടിച്ച് കിട്ടാൻ നല്ല പണിയല്ലേ, അതൊക്കെ ഇവിടെ കുത്തിയിട്ടുണ്ട്. പിന്നെ വേപ്പ് കണ്ടോ, വേപ്പ് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പപ്പായ, പൈനാപ്പിള്, തണ്ണിമത്തൻ. ഇതാ പോണു വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വീടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടാൻ സുഖമാണ്. അങ്ങനെ അപ്പോൾ ഇതാ ഉമ്മ അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇവിടുന്ന് ഒരു കഷ്ണം മറ്റേ വേറെ ചില്ല മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചിക്കുക. അതിൻ്റെ അടിയിൽ വേപ്പ് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ തന്നെ കളർ ചെടി ഇതൊക്കെ കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാമ്പങ്ങ, അതും 4 പുറം ഇത് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ വെയിലല്ലേ അതൊക്കെ വാടിയിട്ടോ. 4 പുറം വെച്ചപ്പോഴത്തേനും ഇവിടെ ചാമ്പക്കട തൈ വെച്ചിട്ടുണ്ട്. ഇതിവിടെ കളർ ചെടി. ഇനി ബാക്കി ബാക്കിലാണ്, ഇവിടെ സൈഡിലാട്ടോ. ഇവിടേക്കൊന്നും വരാത്ത കാരണം ആകെ ഒരു ഇതായിട്ടൊക്കെ എടുക്കുന്നു. ഇടയ്ക്ക് വരാറുണ്ട്, ഇപ്പോൾ മഴയൊക്കെ പെയ്തില്ലേ. ഇവിടെ മുരിങ്ങക്കൊമ്പും മുല്ലയുടെ കൊമ്പും പിന്നെന്താ മൽബറിയുടെ കൊമ്പൊക്കെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു വേപ്പ്, ഇവിടെ ഇതൊരു വേപ്പിൻ്റെ തൈ കുഴിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുകൊണ്ട് കേട്ടോ. പണിയൊക്കെ വാർപ്പ് കഴിഞ്ഞിട്ട് കുറേ ഇപ്പം ഇങ്ങനെ കിടക്കണു. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഫുഡൊക്കെ ആയിട്ടാട്ടോ വന്നത്. കോഴി പൊരിച്ചത്, സാമ്പാർ, ചോറ്. ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ ഇതാ വെള്ളമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ സ്ഥലം വിട്ടിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക്. അങ്ങനെ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അമ്മ ഇങ്ങനെ മേലക്ക് നോക്കി ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഉമ്മാനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഉമ്മ ഇങ്ങനെ മേലക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവേ ഞങ്ങളിപ്പോൾ ഇന്ന് ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിച്ചത്. ഇന്ന് ഈ പുറത്തിരുന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. പഠിച്ചവനെ എത്രയും പെട്ടെന്ന് എൻ്റെ മോൾക്ക് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ അള്ളാഹുവെ തൗഫീക്ക് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ ദുആ ചെയ്ത് നോക്കുമ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. കാരണം ഉമ്മമാരെ ദുആ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അമ്മമാരെ ദുആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അവരുടെ പ്രാർത്ഥനയും ദുആയും അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്നാണ്. അപ്പോൾ അവരുള്ളിടത്തോളം നമുക്ക് അവരെ ദുആ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ദുആ കേട്ടപ്പോഴുള്ള സന്തോഷവും പിന്നെ സങ്കടവും കൂടി ഒരുമിച്ച് വന്നിട്ടാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ ദുആ ചെയ്തപ്പോൾ അള്ളാഹ് ആമീൻ ഞാൻ ഉറക്കെ പറഞ്ഞു പോയി. കാരണം അവരെ ദുആക്ക് അള്ളാഹു അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്തതല്ലേ, അള്ളാഹു സ്വീകരിക്കട്ടെ എത്രയും പെട്ടെന്ന്. ഉമ്മാൻ്റെ പോലെ തന്നെ കേട്ടോ ഇവിടുത്തെ ഉമ്മയും ഇവിടെ വട്ടുള്ളിത്തെ ഉമ്മയും ഇങ്ങനെ തന്നെയാണ്. ഉമ്മ എപ്പോഴും പറയും എൻ്റെ മുത്തൂനും നാസറിനും വീടായി, കാരണം മൂത്ത 2 ആമക്കൾക്കും വീടായി, ഇനിയിപ്പോൾ എൻ്റെ റഷീദിനും കൂടിയാണ് ഒന്ന് വീടാവാനുള്ളത് പറഞ്ഞിട്ട് ഉമ്മ എപ്പോഴും ദുആ ചെയ്യും. വീട് പണി കഴിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ പോലെ ഉമ്മാക്ക് ഒരു ദിവസം ഉമ്മാനും ഇപ്പാനും അവരെ സന്തോഷമായിട്ട് ഇവിടെ ഇരുത്തണം, അവരുടെ കൂടെ ഒരുമിച്ചിട്ട് വീട്ടിൽ ജീവിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഉമ്മ എപ്പോഴും ദുആ ചെയ്യും, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീടാവട്ടെ ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് കിടന്നുറങ്ങാൻ പൂതിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ ഉമ്മാൻ്റെ ഒക്കെ ഒരു ആഗ്രഹം കാരണമാണ് ഇത്രയും പെട്ടെന്ന് വീട് വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. കാരണം ഉമ്മാനും ഇപ്പാനും ഒരു ദിവസം അവരവരെ സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നോക്കാനും നിർത്താനും പറ്റിയെങ്കിൽ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചില സമയത്ത്. പിന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് കടങ്ങൾ മേടിച്ച് നമുക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. ഇതന്നെ ഇപ്പോൾ ഒരുപാട് കടങ്ങളും കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും വീട് പണി നടത്തുമ്പോൾ അറിയാം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനും ഓരോ സമയങ്ങളുണ്ടല്ലോ. പിന്നെ ഇവരൊക്കെ ഇപ്പമാരൊക്കെ ദുആ തന്നെയല്ലേ ഇതുവരെയൊക്കെ ആയല്ലോ എന്ന് സന്തോഷിക്കുകയാണ്. ഇപ്പോൾ വാടക വീട്ടിലായാലും ഒരുപാട് സമാധാനത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അവിടുന്ന് വീട് ഒക്കെ കഴിഞ്ഞ് പോരുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എല്ലാതും കഴിഞ്ഞ് പോരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോരല്ലേ, ആ ഒരു വിഷമമുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പണികളൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരുന്ന സമയത്ത് വേറെ വഴി കൂടെ ഉണ്ട് കേട്ടോ. വരുമ്പോൾ മറ്റേ വഴി കൂടെ വന്നത്. ഇവിടെ സൈഡിൽ തന്നെ ചെറിയൊരു വഴിയുണ്ട്, ഇടവഴിയുണ്ട്. അപ്പോൾ അത് കൂടെ വേഗം ഷോർട്ട് കട്ടായിട്ട് വേണം അവിടേക്ക് എത്താം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോരുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ട് നടന്നു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.